ഇന്ത്യയെ പറ്റി ഒരു പുതിയ കണ്ടുപിടുത്തവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് സിംഗപ്പൂരിനേക്കാൾ വലുതായി ഇന്ത്യൻ മഹാസമുദ്രത്തിനടുത്ത് ഇന്ത്യക്കടുത്തുള്ള സമുദ്രങ്ങളിൽ 1300-ലധികം ദ്വീപുകൾ ഇന്ത്യക്ക് ഉണ്ടെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അതായത് ഉപഗ്രഹ സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യക്കടുത്തുള്ള സമുദ്രങ്ങളിൽ 1300-ലധികം ദ്വീപുകൾ കണ്ടെത്തിയ തന്റെ സർക്കാരിന്റെ തകർപ്പൻ നേട്ടത്തെ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് ഭരണകാലത്ത് കേന്ദ്ര സർക്കാരിന് ഇന്ത്യക്ക് എത്ര ദ്വീപുകൾ ഉണ്ടെന്ന് കൃത്യമായി ധാരണ ഉണ്ടായിരുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് പ്രധാനമന്ത്രി ഒരു സാറ്റലൈറ്റ് സർവേ നടത്തി ഇന്ത്യക്ക് 1300 ദ്വീപുകൾ ഉണ്ടെന്ന് കണ്ടെത്തി. അവയിൽ ചിലത് സിംഗപ്പൂരോളം വലുതാണ്. അവയിൽ ചിലത് ടൂറിസം ആവശ്യങ്ങൾക്കായി വികസിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കച്ചത്തീവ് ദ്വീപുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ പരാമർശിച്ചാണ് അദ്ദേഹം ഈ പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പാക് കടലിടുക്കിൽ രാമേശ്വരത്ത് നിന്ന് 14 നോട്ടിക്കൽ മൈൽ അകലെ 285 ഏക്കറിലുള്ള ആൾതാമസമില്ലാത്ത ചെറുദ്വീപാണ് കച്ചത്തീവ്. രാമനാഥപുരം രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ദ്വീപിൽ 1921 ഇന്ത്യയെ പോലെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന സിലോണും അവകാശം ഉന്നയിച്ചിരുന്നു. ഈ തർക്കങ്ങൾ വർഷങ്ങൾ നീണ്ടുനിന്നു. 1974 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ അതിർത്തി നിർണ്ണയിക്കുന്ന കരാർ ഒപ്പിടുകയും കച്ചത്തീവ് ലങ്കൻ അതിർത്തി രേഖയുടെ ഭാഗത്താവുകയും ചെയ്തു. കച്ചത്തീവിൽ ഇന്ത്യയും ശ്രീലങ്കയും താല്പര്യം ഉന്നയിച്ചിരുന്നെങ്കിലും ഇരു കൂട്ടരും തങ്ങളുടെ പോലീസിനെയോ മറ്റു ഉദ്യോഗസ്ഥന്മാരെയോ നിയോഗിച്ചിരുന്നില്ല. 1968 ഇന്ത്യ സമുദ്രാതിർത്തി 20 കിലോമീറ്റർ ആക്കി വർദ്ധിപ്പിച്ചതോടെയാണ് കച്ചത്തീവ് പ്രശ്നം സജീവമാകുന്നത്. 1970 സിലോണും സമുദ്രാതിർത്തി 19.2 കിലോമീറ്റർ ആക്കിയതോടെ തർക്കം കൂടുതൽ സങ്കീർണമായി. പ്രശ്ന പരിഹാരത്തിനായി നീണ്ട ചർച്ചകൾക്ക് ശേഷം 1974 ജൂലൈ 28 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്ക പ്രധാനമന്ത്രി സിരിമാവോ ഖണ്ഡാരെ നായകയും കരാറിൽ ഒപ്പുവെച്ചു. ഇതനുസരിച്ച് കച്ചത്തീവ് ശ്രീലങ്കയുടേതായി തീർന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലെ മീൻപിടുത്തക്കാർക്ക് നേരെ ശ്രീലങ്കൻ സേന നടത്തുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി കച്ചത്തീവ് ഇന്ത്യ തിരിച്ചു പിടിക്കണം എന്നാണ് പ്രതിഷേധം. 1974 ഉടമ്പടി പിൻവലിച്ച് കച്ചത്തീവ് വീണ്ടെടുക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത 2013 ആവശ്യപ്പെട്ടിരുന്നു. കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരുന്നു. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും എത്ര നിസ്സാരമായിട്ടാണ് കച്ചത്തീവ് അവർ ലങ്കയ്ക്ക് വിട്ടുകൊടുത്തതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചതോടെയാണ് 50 വർഷം മുമ്പത്തെ കരാർ വീണ്ടും സജീവ ചർച്ചയായത്. ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ജൂനഗഡിൽ ഒരു പൊതു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉപഗ്രഹ സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യക്കടുത്തുള്ള സമുദ്രങ്ങളിൽ 1300-ലധികം ദ്വീപുകൾ കണ്ടെത്തിയ തകർപ്പൻ നേട്ടത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.